അവിടെ നിന്ന് ജോലി കിട്ടാത്തത് കാരണം കേരളത്തിലേക്ക് വന്നതാണ്. കേരളത്തിൽ ഒരു ഉപജീവനത്തിന് മാർഗമുണ്ടാകും എന്ന് കരുതി കേരളത്തിൻ്റെ നന്മ, നമ്മൾ പറയുന്ന നന്മ, ഇൻ കോട്ട്സ് നമ്മൾ പറയുന്ന ഈ നന്മ പ്രതീക്ഷ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ആൾക്കാർ, നമ്മൾ മലയാളികൾ ചേർന്ന് ഒരു സാധു മനുഷ്യനെ, അങ്ങേയറ്റം ദുർബലനായ ഒരു മനുഷ്യനെ അവിടെ ഇരുത്തിപ്പോൾ എഴുന്നേറ്റ് നിന്ന് തിരിച്ചടിക്കാൻ കഴിവുള്ള മനുഷ്യനാണ് ഈ തോന്നിവാസം ചെയ്യില്ല, തിരിച്ചടിക്കില്ല, കൈ പൊങ്ങില്ല, അതിനുള്ള പാങ്ങില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആൾക്കാർ ചുറ്റും കൂടി നിന്ന് ചവിട്ടിയും അടിച്ചും കുത്തിയും കൊന്ന ഒരു മനുഷ്യൻ്റെ കുറിച്ചുള്ള വാർത്തയാണ്. സംസ്ഥാനം അതിൽ ഉത്തരവാദിയാണ്. സംസ്ഥാനം അതിൽ നഷ്ടപരിഹാരം നൽകണമെന്നത് ആ കുടുംബത്തിൻ്റെ ശരിയായ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കും എന്നാണോ നേരത്തെ മന്ത്രി പറഞ്ഞത്? സൂരജ്. ഹാഷ്മി, തൊഴിൽ തേടി കേരളത്തിലെത്തുന്നു. അതിനുശേഷം സ്വന്തം ജീവൻ തന്നെ രാംനാരായണന് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നിട്ടും നീതി എവിടെ എന്ന് രാംനാരായണൻ ഏതോ ലോകത്തിരുന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്ന സംഭവ വികാസങ്ങൾ. സ്വന്തം കുടുംബം അദ്ദേഹത്തെ തേടി ഇന്നലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തുന്നു. ആ മൃതദേഹം ഒരു നോക്ക് കണ്ടതിന് ശേഷം പിന്നീട് അത് കാണാൻ പറ്റാതെ ഭാര്യയും മക്കളും അടക്കം കണ്ണീരണിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അവർക്ക് സംസാരിക്കാൻ പോലും ഇന്നലെ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴും അവർക്ക് ഒരു സഹായം എന്ന നിലയിൽ കേരളത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്, ഒരു ദുരന്തമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അരങ്ങേറിയ ഒരു ക്രൂരത. ആ ക്രൂരതയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ അവർക്ക് തുച്ഛമായെങ്കിലും ഒരു നഷ്ടപരിഹാരം നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ അടക്കം ആവശ്യപ്പെടുന്നു. പക്ഷേ ഇന്നലെ നേരം അർദ്ധരാത്രിയായിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കായില്ല. രാത്രി വൈകിയും ആ കുടുംബത്തിന് ആ മോർച്ചറിക്ക് മുന്നിലെ പടിക്കെട്ടിൽ ഇരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. അത്രമാത്രം കേരളം ലജ്ജിച്ച് തല താഴ്ത്തുന്ന മണിക്കൂറുകളിലൂടെയാണ് ഇന്നലെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒടുവിൽ രാത്രി 12 മണിയോടുകൂടി റവന്യൂ മന്ത്രി കെ രാജൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു. പ്രത്യേകിച്ച് ജില്ല മാറിയാണ്, അതായത് മൃതദേഹം എത്തിച്ചിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ട് മാത്രം മന്ത്രി കെ രാജൻ ഈ വിഷയത്തിൽ അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇടപെടുന്നു. ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സാധിച്ചില്ല. ഇന്ന് രാവിലെയാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയതോടുകൂടിയാണ് ഈ ദിവസങ്ങൾക്കിപ്പുറം ഈ കുടുംബത്തിന് നൽകേണ്ട ധനസഹായം പോലും ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോലും എത്താൻ സാധിച്ചതെന്നുള്ളതാണ്. അത് ഏറെ വൈകി, അതായത് ഒരു ദിവസമോ മണിക്കൂറുകളോ അല്ല, ദിവസങ്ങൾക്കിപ്പുറമാണ് അതിലൊരു ധനസഹായം പ്രഖ്യാപിക്കാമെന്ന ഉറപ്പെങ്കിലും നമുക്ക് നൽകാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും റവന്യൂ മന്ത്രിയും ഇന്ന് കുടുംബവുമായി ചർച്ച നടത്തി, ആക്ഷൻ കൗൺസിലുമായി ചർച്ച നടത്തി. അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായുള്ളത് കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത ധനസഹായം നൽകാം, അത് തീരുമാനിക്കേണ്ടത് ക്യാബിനറ്റാണ്. അത്തരം ശുപാർശ താൻ തന്നെ ക്യാബിനറ്റിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് റവന്യൂ മന്ത്രി ഉന്നയിച്ചിരിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ തുക കുടുംബത്തിന് കിട്ടും എന്ന് ഉറപ്പാക്കാൻ അവരുടെ അക്കൗണ്ട് നമ്പർ അടക്കം ശേഖരിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ആദ്യം മുതൽ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ SC/ST അക്രോസിറ്റി വകുപ്പുകൾ ചുമത്തണം. അതോടൊപ്പം തന്നെ ആൾക്കൂട്ട മർദ്ദന കൊലപാതകമാണ്, അത്തരം വകുപ്പുകൾ ചുമത്തണം. നേരത്തെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അടക്കം ഈ കേസിലുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.